ബ്ലാസ്റ്റേഴ്സ് ഇന്നെങ്ങനെയാണ് ഒഡീഷ എഫ് സിക്കെതിരെയുള്ള പ്ലേ ഓഫിൽ ഇറങ്ങുക? ഏത് തരത്തിലുള്ള ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക? ഇതായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇവാൻ മുക്കമനോവിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ താരങ്ങൾ അവൈലബിൾ ആയിരിക്കുമെന്ന്. അതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ ഇന്ന് ഏതൊക്കെ താരങ്ങൾ ഉൾപ്പെടും, അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങൾ ഉൾപ്പെടില്ല, അതൊക്കെ ഒത്തിണക്കിക്കൊണ്ട് ഒരു ലൈനപ്പാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പേ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞങ്ങളുടെ കൂടുതൽ മുന്നോട്ടുള്ള പ്രയത്നത്തിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വില ഈ മത്സരത്തിലും കാക്കുന്നത് കരഞ്ജിത്താണോ അല്ലെങ്കിൽ ലാറയാണോ എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ISL വളരെ നാൾ എക്സ്പീരിയൻസ് ആയ ഒരു ഗോൾ കീപ്പറാണ് കരഞ്ജിത്ത്. എന്നാൽ കരഞ്ജിത്ത് ഈ അടുത്തിടെയാണ് ഇച്ചിരി മോശം പ്രകടനം പുറത്തെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാറയുടെ പ്രകടനം മികച്ചതാണ്, നമ്മൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ കണ്ടതാണ്. ലാറയാണോ കരഞ്ജിത്താണോ ഇനി ഇറക്കുന്നതെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മത്സരം കൂടിയേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന് സെമിയിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ലാറയാണ് പ്രതീക്ഷിക്കുന്നത്. ലാറയുടെ മികച്ച പ്രകടനം തന്നെയാണ് അതിന് കാരണം. ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ 2 സെൻറ്റർ ബാക്കുകളായി മിലോസ് ട്രിൻസിച്ചും അതുപോലെ തന്നെ മാർക്കോ ലെസ്കോവിച്ചും ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ഹോർമി പാംറോയ്വയും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ സന്ദീപ് സിംഗും കളിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മിഡിലേക്ക് വരികയാണെങ്കിൽ 2 മധ്യനിരയിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ ജിക്സൺ സിംഗും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് ഐമനും സൗരവ് മണ്ഡലം മധ്യനിരയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു ഇന്ത്യൻ നിരയെ ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു മധ്യനിരയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്നിറക്കുക. ഇനി 2 സ്ട്രൈക്കേഴ്സായി കളിക്കാൻ സാധ്യതകൾ കാണുന്നത് ഫെഡോർ ചേർണിച്ചും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയുമായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം മുന്നേറ്റ നിരയിൽ ആദ്യം ഫെഡോറും ഇഷാനുമായിരിക്കും ഇറങ്ങുക. ലൂണയും ദിമിയും കളിക്കുമോ ഇല്ലയോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ സംശയിക്കപ്പെടുന്നത്. എന്നാൽ ദിമിയും ലൂണയും കളിക്കും. പകരക്കാരനായിരിക്കും ഇവർ വരുന്നത്. അവരെന്തായാലും കളിക്കും. ദിമി കളിക്കുമോ എന്നുള്ളത് ഉറപ്പില്ലെങ്കിലും ലൂണ എന്തായാലും കളിക്കും. ലൂണ പകരക്കാരനായിരിക്കും എത്തുക. ഇഞ്ചറി കഴിഞ്ഞ് വരുന്ന പ്ലെയറിനെ ഒറ്റയടിക്കൊന്നും കോച്ച് ആദ്യം ഉൾപ്പെടുത്തില്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂണ സെക്കൻഡ് ഹാഫിലും മറ്റുമായിരിക്കും വരാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നത്. ദിമിയും വരാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്തായാലും ദിമിയുടെ കാര്യം കുറച്ചുകൂടി അറിയേണ്ടതുണ്ട്. ഇന്നലത്തെ വൈകിട്ട് ഒരു ട്രെയിനിങ് സെക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് ഇവാൻ പറഞ്ഞത്. എന്താണ് ആ തീരുമാനമെന്ന് നമുക്ക് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തായാലും ഇങ്ങനെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത്.